ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഒരു സമയം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമേ തന്നെ കടന്നു വരുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. ഫ്രണ്ട്ഷിപ്പ്, ഹേർട്ട് ബ്രേക്ക്, പാഷൻ. ഒരു കാർഡൂടെ നോക്കാം. ഡോർവേ ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സ് തന്നെ ആയിരിക്കാം, ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികൾ. പക്ഷെ നിങ്ങൾക്കിടയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായ ഒരു ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ് എന്നുള്ളത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു സെപ്പറേഷൻ സ്റ്റേജിലുള്ള പേഴ്സന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇവിടെ ഹേർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് അവരുടെ മനസ്സിന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു വേദന ഈ ഒരു സമയത്ത് തരുന്നുണ്ടല്ലോ എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ കടന്നു വരുമ്പോൾ അത്രയും വളരെ പാഷനേറ്റ് ആയിട്ടാണ് അവർ നിങ്ങളെ നോക്കി കണ്ടിരുന്നത്. എന്നാൽ അത് എവിടെയൊക്കെയോ വെച്ച് പൂർണ്ണമായിട്ടും തകർന്നൊക്കെ പോയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പോയില്ലെങ്കിലും ഭാഗികമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന കുറേയധികം മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ കൊണ്ട് തകർന്നു പോയിട്ടുണ്ട്. ഇവരുടെ ആ ഒരു മനസ്സിൽ അത്രയും പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നോക്കി കണ്ടിട്ട് ഇവർ എവിടെയോ വെച്ച് ആ ഒരു വാതിലുകളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ അടച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോ അവരുടെ മനസ്സ് എല്ലാ രീതിക്കും നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാനായിട്ട് അവർ തയ്യാറാണ് എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ സ്വയമേ അവർ ചിന്തിക്കുകയാണ്. ഇവിടെ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് വീണ്ടും നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല ഹേർട്ട് ബ്രേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് സെപ്പറേഷൻ സ്റ്റേജ് നിങ്ങൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർക്കുമ്പോൾ വേദനിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരാനും വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് ആ ഒരു റൊമാൻസ് കാര്യങ്ങൾ എല്ലാം നിലനിർത്തി വീണ്ടും കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യമേ തന്നെ കടന്നു വരുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്.